വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടാണോ എന്ന് വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഒരു പാർട്ടി പ്രവർത്തകനോട് പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഈ കഴിഞ്ഞ സർക്കാരിലെ മുഖ്യമന്ത്രി ചോദിച്ചത് ഇന്നും ഓർമ്മയുണ്ട്. പ്രേക്ഷകർക്കും ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കാം, മാധ്യമങ്ങളൊക്കെ അത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കെ ശൈലജ അവരെ പേരാവൂരിൽ മത്സരിച്ച് നല്ല വൃത്തിയായി തോറ്റു. പേരാവൂരിൽ എന്തായാലും അവർ തോക്കുമെന്ന് ഉറപ്പായിരുന്നു. മട്ടന്നൂരായിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചേനെ. അതുകൊണ്ടാണ് അവരെ പേരാവൂരിൽ നിർത്തിയത്, തോൽപ്പിക്കാൻ. അതെന്തുമാകട്ടെ, അവർ നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി. പ്രസംഗത്തിന്റെ വീഡിയോ ഞാൻ പൂർണ്ണമായി കണ്ടു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അത് പ്രേക്ഷകരെ കാണിക്കാൻ നിവൃത്തിയില്ല. അതിൽ അവർ പറയുന്നത് ഇതാണ്, പ്രേക്ഷകരും ചിലപ്പോൾ കണ്ടു കാണും. ഇവർ ഒരു മീറ്റിങ്ങിന്റെ തലശ്ശേരിയിൽ പോയി. അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. അന്നേരം സംഘാടകർ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയായിട്ടും നല്ല രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തമുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു ഇവരോട്. അപ്പോൾ അവർ ചോദിച്ചു, ഞായറാഴ്ചയാകുമ്പോൾ സ്ത്രീകൾ കൂടുതൽ വരികയല്ലേ വേണ്ടത്, അപ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ടും സ്ത്രീകൾ കൂടുതൽ വന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു, ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ഈ ക്ഷേത്ര ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ കൂട്ടി സ്ത്രീകൾ, തലശ്ശേരിയിലെ സ്ത്രീകൾ നാലമ്പല ദർശനത്തിനും അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ പോകുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞായറാഴ്ച പാർട്ടിയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ പരിപാടി വെച്ചാൽ സ്ത്രീ പങ്കാളിത്തം പൊതുവെ കുറവാണ് എന്ന കാര്യമാണ് സംഘാടകൻ കെ ശൈലജ അറിയിച്ചത്. ഉടനെ അവരുടെ അടുത്ത വേർഷൻ, ഇവിടെ വർഗീയവാദികൾ കേന്ദ്രം ഭരിക്കുന്നു, അവർ ഇവിടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു, അവരാണ് ഈ രാമായണ മാസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, രാമായണ മാസം കർക്കിടക മാസം അങ്ങനെ ആചരിക്കണം എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാക്കി ഇവിടുത്തെ സ്ത്രീകളെ അവർ വഴിതെറ്റിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തുടങ്ങി അങ്ങ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ വർഗീയ ശക്തികൾ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തലശ്ശേരിയിലെ സ്ത്രീകൾ നാലമ്പല ദർശനം നടത്തുന്നു, അത് ശരിയായ നടപടിയല്ല. അവർ ഈ നാലമ്പല ദർശനമൊന്നും നടത്താതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർട്ടി ക്ലാസ്സുകളിലും പാർട്ടി ഓഫീസുകളിലും ഒക്കെ തന്നെ വന്നിരുന്ന് ക്ലാസ്സുകളൊക്കെ കേൾക്കണം, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒന്നും നോക്കാതെ വന്നിരുന്ന് കേൾക്കണം എന്നാണോ കെ ശൈലജ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. CPM തോറ്റു തുന്നം പാടിയത്, പ്രത്യേകിച്ചും കണ്ണൂരിൽ ഈ കെ ശൈലജ അടക്കം തോറ്റത് എന്തുകൊണ്ടാണ് എന്ന് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്ത്രീ വോട്ടർമാർ, യുവ വോട്ടർമാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പങ്കാളിത്തം, അതാണ് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അവർ അവരുടെ വിശ്വാസപ്രകാരം നാലമ്പല ദർശനമോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റ് പുണ്യസ്ഥലങ്ങളിലോ ഒക്കെ പോകുന്നു. ഞായറാഴ്ചകളിൽ ഭർത്താവിന് ജോലിക്ക് പോകണ്ട, കുട്ടികളും വീട്ടിലുണ്ട്, സ്കൂളിൽ പോകണ്ട, അവർ സൗകര്യപ്രദമായി വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് രാവിലെയോ വൈകുന്നേരമോ ക്ഷേത്രത്തിൽ പോകുന്നു. ആ സമയത്തായിരിക്കും പാർട്ടി മീറ്റിംഗ്. അതിനെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ അതിനെത്താൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങിന് പോകാൻ മടിയുള്ളത് കൊണ്ട്, പാർട്ടി മീറ്റിങ്ങിന് പോകാൻ പേടിയായതുകൊണ്ട് ചിലപ്പോൾ അവർ നാലമ്പല ദർശനത്തിന് പോകുന്നതുമായിരിക്കാം. അതിൻ്റെ മറ്റൊരു മുഖം അതാണ്. അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള വാവിട്ട വാക്കുകളാണ് ഈ CPM നേതാക്കൾ പല കോണുകളിൽ നിന്ന് ഉയർത്തിവിടുന്നത്. അത് MV ജയരാജനായാലും ശരി, EP ജയരാജനായാലും, P ജയരാജനായാലും, പിണറായി വിജയനായാലും, ശൈലജ ടീച്ചറായാലും, MV ഗോവിന്ദനായാലും ഒക്കെ തന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഹയർ വേർഷനിൽ ഓരോന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളാണ് നമ്മുടെ A റഹീം, ജോൺ ബ്രിട്ടാസ്, P രാജീവ് തുടങ്ങിയ ആളുകൾ. ഇവർ തോറ്റിട്ടും പഠിക്കുന്നില്ല, ഇവർ ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല, ഇവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല. മാത്രമല്ല അവരെ ക്രൂരമായി പരിഹസിക്കുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഇവർ തോറ്റത്. ഇവരുടെ വിചാരം ഇവരിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് ആൾക്കാർ ഓടി വന്ന് വോട്ട് ചെയ്യും എന്നാണ്. CPMന്റെ വോട്ടുകൾ തന്നെയാണ് മറിഞ്ഞ് BJPയിലേക്കും B കുഞ്ഞികൃഷ്ണനും അതുപോലെ TK ഗോവിന്ദനും ഒക്കെ പോയത് ഇന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാന ബുദ്ധി പോലും ഇവർക്കാർക്കും ഇല്ലേ? അല്ലെങ്കിൽ ഇവർ വേറെ ഏതോ മായാലോകത്താണോ? തങ്ങളെ കഴിഞ്ഞ് ആരുമുള്ളൂ, അല്ലെങ്കിൽ ഭരണം മാറിയതോ 35 സീറ്റുമായി തോറ്റ് തുന്നമ്പാടി വീട്ടിലിരിക്കുന്നതോ ഒന്നും ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു പോവുകയാണ്. സ്ത്രീകൾ നാലമ്പല ദർശനം നടത്താതെ പാർട്ടി മീറ്റിങ്ങിന് പോകണം. നാലമ്പല ദർശനം നടത്തുന്നത് BJPയുടെ അജണ്ടയാണ്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകും, സ്ത്രീകളിലും പുരുഷന്മാരിലും. പക്ഷേ അവരോടൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്, ശരി, അല്ലെങ്കിൽ ഞായറാഴ്ച ആൾ വന്നു, ഇത് ഇന്നതാണ് കാര്യം, ശരി, അമ്പലത്തിൽ പോകേണ്ടവർ പൊയ്ക്കോട്ടെ, സംഘടനാ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവർ പാർട്ടി മീറ്റിങ്ങിന് വന്നോട്ടെ എന്ന ഒരു സിസ്റ്റമല്ലേ അവിടെ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയല്ലേ ഒരു പൊതുപ്രവർത്തകയായിരുന്ന, മന്ത്രിയായിരുന്ന, ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു സ്ത്രീക്ക് വരേണ്ടത്. അത് എന്തുകൊണ്ട് കെ ശൈലജയിൽ നിന്നും വന്നില്ല? അപ്പോൾ പിന്നെ
തോറ്റതിന് പല കാരണങ്ങളിൽ ഒന്ന് ഇതുമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളാണ്, ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ്. സ്ത്രീകളും യുവജനങ്ങളും ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു. പാർട്ടി പ്രവർത്തകരാണെന്ന് നടിക്കുന്നവർ പോലും അന്യ പാർട്ടികൾക്ക് അല്ലെങ്കിൽ വേറെ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷം ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിൽ നിന്ന് വോട്ടും ആ ഒരു ജനപിന്തുണയും ഒക്കെ ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്.